സൈലന്റ് ലേണിംഗ്. അപ്പോൾ നമ്മുടെ ബിസിനസ് സ്റ്റഡീസിലെ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഡെഫിനറ്റ്ലി ഒരു ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ സ്കൂളുകളിൽ എടുത്തിട്ടുണ്ടാകാം. ഇപ്പം സ്കൂളുകളിൽ ഓണം എക്സാമിന് മുമ്പായിട്ട് മിഡ് ടൈം എക്സാം ഒക്കെ നിങ്ങൾക്ക് നടക്കാൻ സാധ്യതയുണ്ട്. അപ്പം മിഡ് ടൈം എക്സാമിന് എന്തായാലും ഫസ്റ്റ് ചാപ്റ്റർ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കാണും. അപ്പം ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് നിങ്ങൾ റിവൈസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ചാപ്റ്റർ പഠിച്ച സ്ഥിതിക്ക് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം. മാനേജ്മെന്റ് ഈസ് ഗോൾ ഓറിയന്റഡ്, പ്രിവേസീവ്, മൾട്ടി ഡയമെൻഷണൽ, ഓൾ ഓഫ് ദിസ്. ഓക്കെ, വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതെന്നാണ്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പം അതിന് ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചത് ഈ രീതിയിലാണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും അറിയാമെങ്കിൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ ഏതാണ് വരുന്നത്? ഇതിന്റെ ആൻസർ അറിയാവുന്ന ആളുകൾ എന്ത് ചെയ്യുക? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ഗോൾ ഓറിയന്റഡ്, പ്രിവേസീവ്, മൾട്ടി ഡയമെൻഷണൽ ആൻഡ് ഓൾ ഓഫ് ദിസ്. ഓക്കെ, അറിയാവുന്ന ആളുകൾ ഇതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഫൈൻഡ് ദ ഓർഡർ ഔട്ട് മാർക്കറ്റിംഗ് മാനേജർ, മാനേജിംഗ് ഡയറക്ടർ, പ്രൊഡക്ഷൻ മാനേജർ ആൻഡ് പർച്ചേസ് മാനേജർ. ഓക്കെ, ഇവിടെ ഏതാണ് വരുന്നത്? ഇത് ഏത് ടോപ്പിക്കിൽ നിന്നാണ് വരുന്നത്? ഡിഫറെന്റ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോപ്പ് ലെവൽ മാനേജ്മെന്റ്, മിഡിൽ ലെവൽ മാനേജ്മെന്റ്, അതിന്റെ ലോവർ ലെവൽ മാനേജ്മെന്റ്. ഓക്കെ, അപ്പൊ ടോപ്പ് ലെവൽ മാനേജ്മെന്റിൽ വരുന്ന ആരാണ്? കമ്പനിയുടെ സിഇഒമാര്, ഡയറക്ടേഴ്സ് തുടങ്ങിയ ആളുകളാണ് എന്ത് ചെയ്യുന്നത്? ടോപ്പ് ലെവൽ മാനേജ്മെന്റിൽ വരുന്നത്. മിഡിൽ ലെവൽ മാനേജ്മെന്റിൽ ആരാണ് വരുന്നത്? മിഡിൽ ലെവൽ മാനേജ്മെന്റിൽ വരുന്നത് കമ്പനിയുടെ ഡിഫറെന്റ് ബ്രാഞ്ചസിലുള്ള ആളുകൾ, അല്ലെ, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്ന, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, ലോജിസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ്, HR ഡിപ്പാർട്ട്മെന്റ്, ഇങ്ങനെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ മാനേജ് ചെയ്യുന്ന ആളുകളാണ് മിഡിൽ ലെവൽ മാനേജ്മെന്റിൽ വരുന്നത്. ആൻഡ് ദെൻ ലോവർ ലെവൽ മാനേജ്മെന്റിൽ വരുന്ന ആളുകൾ സൂപ്പർവൈസേഴ്സ് ആണ്. ഓക്കെ, സൂപ്പർവൈസേഴ്സ് തുടങ്ങിയ ആളുകളാണ് എന്ത് ചെയ്യുന്നത്? ലോവർ ലെവൽ മാനേജ്മെന്റ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ആൻസർ എഴുതാം. ഇവിടെ മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, ആ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. പ്രൊഡക്ഷൻ മാനേജ്മെന്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. പർച്ചേസിംഗ് മാനേജർ, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ ഇവിടെ ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടോപ്പ് ലെവൽ മാനേജ്മെന്റിലാണ്. സിഇഒ, വൈസ് പ്രസിഡന്റ്, ഡയറക്ടേഴ്സ് ഇവരെല്ലാം വരുന്നത് എവിടെയാണ്? ടോപ്പ് ലെവൽ മാനേജ്മെന്റിലാണ്. ഓക്കെ, അപ്പം ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? മാർക്കറ്റിംഗ് ഡയറക്ടർ ആണ് എന്ത് ചെയ്യുന്നത് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പം ആ ഡിഫറെന്റ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഏതാണ്? അതിൽ ഓരോന്നിന്റെ എക്സാമ്പിൾസ് നിങ്ങൾ, അല്ലെങ്കിൽ അവിടെ വരുന്ന ആരൊക്കെയാണെന്നുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രോഫിറ്റ് ഈസ് വൺ ഓഫ് ദ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് ഓഫ് ദ മാനേജ്മെന്റ്. റൈറ്റ് അതർ ടു ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിലെ മറ്റ് ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണ്? നമുക്ക് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ 2-3 ഒബ്ജക്റ്റീവ്സ്, അതായത് ഇവിടെ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നുണ്ട് പ്രോഫിറ്റ് മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റീവ് ആണ് എന്ന് നിങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് എന്താണ്? മറ്റ് ഒബ്ജക്റ്റീവ്സ്, മാനേജ്മെന്റിന്റെ ഡിഫറെന്റ് മറ്റ് ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണ് എന്നൊരു കാര്യങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലിസ്റ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് മാർക്കറ്റിംഗ് ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട്. ഇവിടെ ശ്രദ്ധിക്കുന്ന കാര്യം, ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെന്റ് എന്ന് കാണുമ്പോൾ ആദ്യം തന്നെ പോയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? മാനേജ്മെന്റ് ഫീച്ചേഴ്സ് അല്ലെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതി വെക്കുക. ഗോൾ ഓറിയന്റഡ് ആണ്, മൾട്ടി ഡയമെൻഷണൽ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പല ആളുകളും തെറ്റിക്കുന്നതാണ് ഫീച്ചേഴ്സ് എഴുതി വെക്കും. ഇവിടെ ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് വായിക്കണം. ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട്. അപ്പൊ നമ്മൾ മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട്, മാനേജ്മെന്റ് ആസ് എ സയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്, മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ മാനേജ്മെന്റ് ആർട്ടാണ് എന്ന് പറയുന്നു. ഓക്കെ, നേച്ചർ ഓഫ് മാനേജ്മെന്റ് നമ്മൾ പഠിച്ചു. അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് എന്ത് ചെയ്തത്? നിങ്ങളോട് ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ് എന്നാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? അവിടെ നിങ്ങളവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഓക്കെ, നമ്മൾ പറഞ്ഞ പേഴ്സണൽ സ്കിൽസ്, ക്രിയേറ്റിവിറ്റി തുടങ്ങിയ കാര്യങ്ങൾ വരുന്നുണ്ട്. പ്രാക്ടിക്കൽ നോളജ് ആണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? മാനേജ്മെന്റ് ഒരു ആർട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു 2 ഫീച്ചേഴ്സ് നിങ്ങൾ അവിടെ എഴുതിയാൽ മതി. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ്. എന്താണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്? ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് ആ ഒരു കാര്യം നിങ്ങൾ പഠിച്ചു വെക്കണം. മാനേജ്മെന്റ് കുറെ ഡെഫിനേഷൻസ് പഠിക്കാനായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഡെഫിനേഷൻ കമ്പൽസറി ആയിട്ട് പഠിക്കണം. കാരണം അത് പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ മാനേജ്മെന്റിൽ ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷനിൽ ആ ഡെഫിനേഷൻ ഉറപ്പായിട്ടും എഴുതാനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് ഒരു ഡെഫിനേഷൻ, നമുക്ക് കുറെ ഡെഫിനേഷൻസ് പഠിക്കാനുണ്ട്, ഒരു ഡെഫിനേഷൻ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെഫിനേഷൻസ് പഠിക്കാം. ഓക്കെ, മാനേജ്മെന്റ് ഈസ് എ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ. ഓക്കെ, വിത്ത് എഫിഷ്യൻസി ആൻഡ് ഇഫക്റ്റീവ്ലി. അങ്ങനെ നമ്മൾ കുറെ ഡെഫിനേഷൻസ് പഠിക്കുന്നുണ്ട്. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഡെഫിനേഷൻ ആണ്. അപ്പോൾ അതിലൊരെണ്ണം നിങ്ങളൊന്ന് പഠിച്ചു വെക്കാം.
ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ടേം കോർഡിനേഷൻ. ഓക്കെ, അപ്പോൾ കോർഡിനേഷൻ നമ്മൾ പറഞ്ഞു ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചൊരു കാര്യമാണ് കോർഡിനേഷൻ. അതായത് ഈ ഡിഫറെന്റ് ഫംഗ്ഷൻസ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ചെയ്യണമെങ്കിൽ ഒരു കോർഡിനേഷൻ അവിടെ ആവശ്യമാണ്. കൃത്യമായിട്ട് പ്ലാനിങ് നടക്കുന്നു, ഓർഗനൈസ് നടക്കുന്നു, ഇതെല്ലാം നമ്മൾ കോർഡിനേറ്റ് ചെയ്യേണ്ടതുണ്ട്. പല ഡിപ്പാർട്ട്മെന്റുകൾ പല ലക്ഷ്യങ്ങളാണ്, പല മാനേജ്മെന്റ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, HR ഡിപ്പാർട്ട്മെന്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, ഇവരുടെ ഫംഗ്ഷൻസ് അവിടെ കോർഡിനേറ്റ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. ഓക്കെ, കോർഡിനേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് ലാസ്റ്റ് പോർഷനിൽ പഠിക്കാറുണ്ട്. അതിൽ നിന്നും ഒരു ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്. ഇവിടെ ശ്രദ്ധിക്കുന്ന കാര്യം ഈ നോട്ട് എന്ന് പറഞ്ഞേക്കുന്നത് ഓക്കെ ഫംഗ്ഷൻ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ പ്ലാനിങ്, സ്റ്റാഫിങ്, സ്ലീപ്പിംഗ്, കൺട്രോളിങ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പം ഏതാണ് ആൻസർ വരുന്നത്? C ആണ് ആൻസർ വരുന്നത്. അപ്പം മാനേജ്മെന്റ് ഫംഗ്ഷൻസ് കൃത്യമായിട്ട് പഠിക്കണം. പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, സ്റ്റാഫിംഗ്, കൺട്രോളിങ്, അതാണ് മാനേജ്മെന്റ് ഫംഗ്ഷൻസ്. അതിൽ നിന്നൊരു ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഡിഫൈൻ ഇഫക്റ്റീവ്നെസ് ഓഫ് മാനേജ്മെന്റ്. 2 ടേംസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇത് വളരെ പ്രാവശ്യങ്ങളായിട്ട് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. ഇഫക്റ്റീവ്നെസ്, ചിലപ്പോൾ ഇഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും തമ്മിലുള്ള ഡിഫറൻസ് ആകാം. വളരെ സിമ്പിളാണ്. നമ്മൾ ഇഫക്റ്റീവ്നെസ് എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഒരു ടാസ്ക് ഏൽപ്പിച്ചു, ആ ടാസ്ക് നമ്മൾ ചെയ്യുന്നതിന് ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നു. എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഒരു ടാസ്ക് നമ്മളെ ഏൽപ്പിച്ചത് മിനിമം കോസ്റ്റിൽ, ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ആ ടാസ്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ ആ 2 ടേംസ് ഒന്ന് പഠിച്ചു വെക്കാൻ മനസ്സിലാക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഒരു ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ആക്കുന്നതിന് ഇഫക്റ്റീവ്നെസ് എന്നും ഏറ്റവും മിനിമം കോസ്റ്റിലാണ് ടാസ്ക് കംപ്ലീറ്റ് ആക്കുന്നതിന് ഇഫക്റ്റീവ്നെസ് എന്നും പറയുന്നു. നെയിം എനി 1 ലെവൽ ഓഫ് മാനേജ്മെന്റ്. ഡിഫറെന്റ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ ആൻഡ് ലോവർ ലെവൽ. അപ്പോൾ അതും അതിന്റെ ഫീച്ചേഴ്സും എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പം ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്, ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. അപ്പം ഒരു 3 മാർക്ക് 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ചോദിച്ചു കാണുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അഡ്രസ്സ് ചെയ്യുക. നിങ്ങൾ കൃത്യമായിട്ട് ആൻസേഴ്സ് പഠിച്ചു വെക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അപ്പം മിഡ് ടൈം എക്സാം നിങ്ങൾക്ക് വരുന്നുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പം ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ദെൻ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ്, ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പോകാവുള്ളൂ. ഓക്കെ, ലെവൽസ് ഓഫ് മാനേജ്മെന്റ് കൃത്യമായിട്ട് പഠിക്കണം. ദെൻ മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട്, നേച്ചർ ഓഫ് മാനേജ്മെന്റ്, ആർട്ട്, സയൻസ്, അങ്ങനെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ദെൻ ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെന്റ്. ഓക്കെ, ഈ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ദെൻ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റും ഈ കാര്യങ്ങളാണ് പഠിച്ചു വെക്കേണ്ടത്. അപ്പം ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻസോ 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരുപാട് ചോദിക്കുന്നതാണ്. നമ്മളൊരു 4 പോയിന്റ്, ഇപ്പം 4 മാർക്കിന് ചോദിക്കുന്ന സമയത്ത് 4 ക്യാരക്ടറിസ്റ്റിക്സ് എഴുതിയാൽ മതി. ഓക്കെ, അപ്പം നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതല്ല, എല്ലാത്തിനും ഒരു 4 ഫീച്ചേഴ്സ് ഒക്കെ വെച്ച് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചേക്കുക. അപ്പം ഇതാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് പഠിക്കുക, എക്സാം ഉഷാറാക്കുക. ബാക്കി ചാപ്റ്റേഴ്സ് നമ്മൾ ഇതുപോലെ തന്നെ ഡിസ്കസ് ചെയ്യും. സോ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. Thank you.